ജീവനിലൂടെ കടന്നു വന്ന് ജനറൽ ന്യൂട്രാലിറ്റിയിലൂടെ ഇന്ന് സൂംബ ഡാൻസിലെത്തിയിരിക്കുന്നു. കുറെ വിവാദങ്ങൾക്കപ്പുറം എന്ത് നന്മയാണ് അതിലുള്ളത്? അതേസമയം നൂറുകണക്കിന് സാമൂഹിക നന്മകൾ പഠിപ്പിക്കുന്ന മദ്രസ പ്രസ്ഥാനത്തെ ഞെരിച്ചു കൊല്ലാനാണ് സ്കൂൾ സമയ മാറ്റമെന്നത് പകൽ പോലെ വ്യക്തമാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിനെ നാണിപ്പിക്കുന്ന ജാതീയതയും വംശീയതയും നിലനിൽക്കുമ്പോൾ എൻ്റെ ജന്മം തന്നെയാണ് എൻ്റെ പാപമെന്ന് കരുതി വിദ്യാസമ്പന്നർ പോലും ആത്മഹത്യ ചെയ്യുന്ന കാലത്ത് കൂടെ പഠിക്കുന്നവന്റെ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ അവനുമായി കൂട്ടുകൂടാൻ നിന്റെ വിശ്വാസം നിനക്ക് തടസ്സമാവരുത് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അത് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് മദ്രസകൾ. രാജ്യത്തിന്റെ സുപ്രധാന രഹസ്യങ്ങൾ അയൽ രാജ്യങ്ങൾ കൊറ്റിക്കൊടുക്കുന്നവരെ മാധ്യമങ്ങളിലൂടെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ മദ്രസയിൽ ഇരുന്ന് ഞങ്ങൾ പഠിക്കുന്നു ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, സ്വന്തം രാജ്യത്തോട് സ്നേഹമില്ലാത്തവൻ യഥാർത്ഥ മതവിശ്വാസിയല്ല എന്ന്. അങ്ങനെയുള്ളവരെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ അടിച്ചു കൊല്ലുന്നു, ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചാൽ ഭ്രഷ്ട് കൽപ്പിക്കുന്നു. പാവപ്പെട്ടവന്റെ കുള്ളിൽ നേരെ ബുൾഡോസർ കൊണ്ട് ഭരണകൂടം ഭീകരത സൃഷ്ടിക്കുമ്പോൾ മനുഷ്യ സ്നേഹത്തിന്റെ 6-ാം നൂറ്റാണ്ടിലെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു? ഉമയ്യത്തിന്റെ അടിമയാണ് ബിലാൽ. യജമാനന്റെ ചാട്ടവാറടി കൊള്ളാൻ വിധിക്കപ്പെട്ടവനാണ് ബിലാൽ. പുറത്തിറങ്ങാനോ അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ലാത്തവനാണ് അടിമയായ ബിലാൽ. കറുത്തവനാണ് ബിലാൽ, വിരൂപിയാണ് ബിലാൽ, അമുസ്ലിമാണ് ബിലാൽ. പക്ഷേ ബിലാൽ പ്രവാചകനെ കുറിച്ച് കേട്ടറിഞ്ഞു. ബിലാൽ പറയുകയാണ്, എനിക്ക് ആ പ്രവാചകനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമായി. അങ്ങനെ ആരാരുമില്ലാത്തൊരു രാത്രി ഞാൻ പുറത്തു ചാടി. കുരിരുട്ടിൽ പ്രവാചകനെ തേടിയിറങ്ങി. നടന്ന് നടന്ന് അവശനായി. അന്വേഷണങ്ങൾക്കൊടുവിൽ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ കുടിലിൻ്റെ വിടവിലൂടെ അരണ്ട വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ചെറിയ ശബ്ദമുണ്ടാക്കി. അകത്തു നിന്നും ആരാണെന്ന ചോദ്യം ഉയർന്നു. ഉമയ്യത്തിൻ്റെ അടിമയായ ബിലാലാണേ. അകത്തേക്ക് വരൂ എന്ന ആജ്ഞ വന്നു. ഈന്തപ്പനയുടെ വാതിൽ മെല്ലെ തള്ളി തുറന്ന് ഞാൻ അകത്തേക്ക് കടന്നു. എന്നെ കണ്ടതും നിലത്തിരിക്കുകയായിരുന്ന പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. മാത്രമല്ല എൻ്റെ വിയർപ്പിൻ്റെ ഗന്ധവും ഒട്ടകങ്ങൾക്കിടയിൽ താമസിച്ചതിൻ്റെ ദുർഗന്ധവും വകവെക്കാതെ പ്രവാചകൻ എന്നെ നെഞ്ചോട് നെഞ്ച് ചേർത്തി അണച്ചു പിടിച്ചു. പിന്നീട് ഒരിക്കൽ ബിലാൽ പറയുന്നുണ്ട്, ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾ എന്നെ ചേർത്ത് പിടിക്കുന്നതെന്ന്. മനുഷ്യനെ സ്നേഹിക്കാൻ ജാതിയോ മതമോ മറ്റൊന്നും തടസ്സമാവരുത് എന്നാണ് പ്രവാചകനിലൂടെ നാം പഠിക്കുന്ന പാഠം. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഖുർആനിക ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫ് ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വ്യത്യസ്ത ഗോത്രങ്ങളും ജനതകളുമാക്കി. നിങ്ങളിൽ അല്ലാഹുവിന് മുമ്പിൽ ഏറ്റവും ആദരണീയൻ നീതിമാനാകുന്നു. നീതിയുടെ ഗ്രന്ഥമായ ഖുർആനിലൂടെ